കുവൈത്തിൽ മാതാപിതാക്കളുടെ ആശ്രിത റെസിഡൻസി വിസയ്ക്ക് കടുത്ത നിയന്ത്രണം. എന്നാൽ സാഹചര്യങ്ങൾ പരിഗണിച്ച് ചില അപേക്ഷകൾ പരിഗണിക്കുന്നതായും പ്രാദേശിക പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. കുവൈത്ത് ആർട്ടിക്കിൾ 22 പ്രകാരമുള്ള റെസിഡൻസി ചട്ടങ്ങളനുസരിച്ച് പ്രവാസികൾക്ക് ഭാര്യയെയും കുട്ടികളെയും മാത്രമേ ആശ്രിത വിസയിൽ സ്പോൺസർ ചെയ്യാൻ കഴിയൂ. എന്നാൽ മാതാപിതാക്കൾക്ക് അതേ സൗകര്യം നിലവിൽ ലഭ്യമല്ല. പ്രായമായവരോ വിധവകളായ മാതാപിതാക്കളെ സ്പോൺസർ ചെയ്യുന്നത് ഇപ്പോഴും പ്രവാസികൾക്ക് വലിയ വെല്ലുവിളിയാണ്. അപേക്ഷകരുടെ വരുമാന നില, ഭവന സൗകര്യം, വ്യക്തിഗത സാഹചര്യങ്ങൾ എന്നിവയാണ് അംഗീകാരത്തിനുള്ള പ്രധാന മാനദണ്ഡങ്ങൾ. വിധവയായോ ഒറ്റയ്ക്കായോ ഉള്ള മാതാപിതാക്കളെ പരിപാലിക്കാൻ മറ്റാരുമില്ലാത്തവർക്ക് മാത്രമേ പ്രത്യേക അനുമതി ലഭിക്കൂ. ഇതിനായി പിതാവിന്റെയോ അമ്മയുടെയോ മരണ സർട്ടിഫിക്കറ്റ്, ബന്ധം തെളിയിക്കുന്ന രേഖകൾ, ശമ്പള സർട്ടിഫിക്കറ്റ്, വാടക കരാർ, മെഡിക്കൽ ഇൻഷുറൻസ് എന്നിവ ആവശ്യമാണ്. അപേക്ഷകരുടെ സിവിൽ ID, വർക്ക് പെർമിറ്റ്, ശമ്പള സർട്ടിഫിക്കറ്റ് എന്നിവയും വിസ അപേക്ഷയോടൊപ്പം സമർപ്പിക്കണം. എന്നാൽ രേഖകൾ സമർപ്പിച്ചതുകൊണ്ട് മാത്രം അംഗീകാരം ഉറപ്പിക്കാനാകില്ല. അപേക്ഷകൾ പരിശോധിച്ച് അംഗീകരിക്കാനോ നിരസിക്കാനോ റെസിഡൻസി ഡയറക്ടർക്കോ അസിസ്റ്റന്റ് ഡയറക്ടർക്കോ അധികാരമുണ്ട്. ചില അപേക്ഷകളിൽ മാതാപിതാക്കൾക്ക് ആശ്രിത വിസയ്ക്ക് പകരം താൽക്കാലിക സന്ദർശന വിസ മാത്രമേ അനുവദിക്കാറുള്ളൂ എന്നും പ്രാദേശിക പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തു. മീഡിയ 1, കുവൈത്ത് സിറ്റി.